ഹലോ ഫ്രണ്ട്സ്, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദേഹത്യാഗം നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ. മഹാഭാരത യുദ്ധത്തിന് ശേഷം ഏകദേശം 36 വർഷങ്ങൾ പിന്നിട്ടിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭൂമിയിൽ തൻ്റെ അവതാര ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ച് വരികയായിരുന്നു. കൗരവരുടെയും പാണ്ഡവരുടെയും ഉന്മൂലനം, ധർമ്മത്തിൻ്റെ പുനഃസ്ഥാപനം എന്നിവയെല്ലാം ഇതിൽ പെടുന്നു. എന്നാൽ യാദവകുലം അഹങ്കാരത്തിലും അമിതം മദ്യപാനത്തിലും അധർമ്മത്തിലേക്ക് നീങ്ങുന്ന കാഴ്ച ഭഗവാനെ ദുഃഖിതനാക്കി. യാദവന്മാരുടെ നാശം ആസന്നമാണെന്ന് കൃഷ്ണൻ തിരിച്ചറിഞ്ഞു. യാദവന്മാരുടെ ശാപവും നാശവും. ഒരു ദിവസം യാദവന്മാർ മുനിമാരായ വിശ്വാമിത്രൻ, കണ്യൻ, നാരദൻ എന്നിവരെ പരിഹസിച്ചു. ഗർഭിണിയുടെ വേഷം കെട്ടിയ സാമ്പനെ കാണിച്ച് അയാൾക്ക് ഒരു കുട്ടി ജനിക്കുമോ അതോ ആയുധം ജനിക്കുമോ എന്ന് അവർ മുനിമാരോട് ചോദിച്ചു. ഇതിൽ കോപം കൊണ്ട മുനിമാർ സാമ്പനി ഒരു ഇരുമ്പുലക്കായിരിക്കും ജനിക്കുകയെന്നും ആ ഉലക്ക യാദവ കുലത്തെ നശിപ്പിക്കുമെന്നും ശപിച്ചു. ഭയന്ന യാദവന്മാർ ഈ വിവരം ഭഗവാൻ കൃഷ്ണനെ അറിയിച്ചു. കൃഷ്ണൻ ശാപത്തിന്റെ ശക്തി മനസ്സിലാക്കി ഉലക്കയെ പൊടിച്ച് കടലിൽ എറിയാൻ ആവശ്യപ്പെട്ടു. അതുകേട്ട് അവർ ആ ഉലക്കയെ അരച്ചു പൊടിയാക്കി കടലിൽ എറിഞ്ഞു. എന്നാൽ ഒരു ചെറിയ ഭാഗം മാത്രം ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ എത്തിച്ചേർന്നു. ആ മത്സ്യത്തെ പിന്നീട് ഒരു വേടൻ പിടിക്കുകയും ഉലക്കയുടെ ഭാഗം തൻ്റെ അമ്പിന്റെ അഗ്രത്തിൽ ഘടിപ്പിക്കുകയും ചെയ്തു. കടലിൽ എറിഞ്ഞ പൊടി പിന്നീട് ഒരു തരി പുല്ലായി എരകപ്പുല്ല് തീരത്ത് വളർന്നു. കുറച്ചു കാലം കഴിഞ്ഞ് യാദവന്മാർ പ്രഭാത തീർത്ഥത്തിൽ ഒരു തീർത്ഥയാത്രയ്ക്ക് പോയി. അവിടെ വെച്ച് അവർ മദ്യപിച്ച് ലക്കിക്കിട്ടു. മദ്യലഹരിയിൽ അവർ തമ്മിൽ കലഹിക്കുകയും പഴയ വൈരാഗ്യങ്ങൾ ഓർത്ത് പരസ്പരം പോരടിക്കുകയും ചെയ്തു. മുനിമാർ ശപിച്ചതുപോലെ കടൽ തീരത്ത് വളർന്നു നിന്ന എരകപ്പുല്ലുകൾ എടുത്ത് അവർ പരസ്പരം അടിച്ചു. ഈ പുല്ലുകൾ ഓരോന്നും യാദവന്മാർക്ക് ഇരുമ്പുലക്ക് പോലെ ശക്തിയോടെ അനുഭവപ്പെട്ടു. യാദവന്മാരെല്ലാം പരസ്പരം പോരടിച്ച് മരിച്ചു വീണു. കൃഷ്ണനും സാധിക്കും ദാരുകനും മാത്രമേ അവശേഷിച്ചുള്ളൂ. ഈ ദാരുണമായ കാഴ്ച കണ്ട് കൃഷ്ണൻ ദുഃഖിതനായി. പിന്നീട് സാധിക്കും മരിച്ചു. ബലരാമൻ രോഗനിദ്രയിലാണ്ടു. യാദവകുലത്തിന്റെ നാശവും ബലരാമന്റെ ദേഹത്യാഗവും കണ്ട കൃഷ്ണൻ തൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയായി എന്ന് മനസ്സിലാക്കി. പിന്നീട് അദ്ദേഹം ഒരു കാട്ടിലേക്ക് യാത്ര പോയി. ഒരു അശ്വത്ഥ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ചെന്ന് ധ്യാനത്തിലിരുന്നു. അദ്ദേഹത്തിന്റെ വലത് കാൽപാദം മടക്കി വെച്ചാണ് ഇരുന്നത്. അതേസമയം ജാര എന്നു പേരുള്ള ഒരു വേട്ടക്കാരൻ ആ വഴി വന്നു. മാൻപേടയുടെ കാൽപാദമാണെന്ന് തെറ്റിദ്ധരിച്ച് അയാൾ വിഷം പുരട്ടിയ തൻ്റെ അമ്പ് കൃഷ്ണന്റെ കാൽപാദത്തിലേക്ക് തൊടുത്തുവിട്ടു. അമ്പ് കൃഷ്ണന്റെ പാദത്തിൽ തറച്ചു. അമ്പ് തറച്ചപ്പോൾ വേദനയോടെ കണ്ണു തുറന്ന കൃഷ്ണൻ തൻ്റെ മുന്നിൽ ഭയന്നു വരച്ചു നിൽക്കുന്ന ജാരനെ കണ്ടു. താൻ ചെയ്ത മഹാപാപത്തിൽ പശ്ചാത്തപിച്ച ജാരൻ കൃഷ്ണന്റെ കാൽക്കിൽ വീണ് മാപ്പപേക്ഷിച്ചു. താൻ അറിയാതെ ചെയ്തതാണെന്നും ദയവായി ക്ഷമിക്കണമെന്നും അയാൾ കേണപേക്ഷിച്ചു. ഇത് കേട്ട് കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് ജാരനെ സമാധാനിപ്പിച്ചു. ജാര, നീ വിഷമിക്കണ്ട, ഇത് മുൻകൂട്ടി നിശ്ചയിച്ചതാണ്. നേത്രതായുഗത്തിൽ രാമനായി ഞാൻ അവതരിച്ചപ്പോൾ ധർമ്മം നോക്കാതെ വാലിയെ ഒളിയമ്പ് ചെയ്തതിന് എനിക്കും ലഭിക്കേണ്ട കർമ്മഫലമാണിത്. നീ വെറും ഒരു നിമിത്തം മാത്രമാണ്, കൃഷ്ണൻ പറഞ്ഞു. രാമാവതാരത്തിൽ വാലിയെ കൊന്നതിന് അടുത്ത ജന്മത്തിൽ തൻ്റെ പാദത്തിൽ അമ്പേറ്റ് മരിക്കുമെന്നും വാലി ശപിച്ചിരുന്നു എന്ന് ചില പുരാണങ്ങളിൽ കാണാം. തുടർന്ന് കൃഷ്ണൻ തൻ്റെ ഭൗതിക ശരീരം ഉപേക്ഷിച്ച് യോഗനിദ്രയാൽ സ്വതായാമത്തിലേക്ക് വൈകുണ്ഠത്തിലേക്ക് മടങ്ങി. ഭഗവാന്റെ ദേഹം